ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വന്നിട്ടില്ലേ. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിനൊരു മസാല ഉണ്ടാക്കണം. അപ്പൊ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പച്ചമുളക് ചേർത്താലും മതി. എന്നാലും ആ ഒരു വറ്റൽമുളകിന്റെ ടേസ്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് ഒരു പകുതി സവാള, അത്രയും മതി, ഒരു സവാളയുടെ പകുതി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണെങ്കിലും ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ രീതിയിലൊന്ന് കടിക്കുന്ന പരുവം തന്നെ മതി, ഒത്തിരി വഴറ്റേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ സവാള കടിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ മാത്രം നന്നായിട്ട് വഴറ്റിയാൽ മതി. പിന്നെ അതിനകത്തോട്ട് നമ്മൾ 1 കപ്പ് ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിവിടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആണ്. അപ്പൊ അതാണെങ്കിലും ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുള്ള, ഒരുപാട് വലുപ്പമുള്ള ക്യാരറ്റ് അല്ല, ഒരു മീഡിയം വലുപ്പമുള്ള ക്യാരറ്റ് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. ചെറിയ ഒരു കടിക്കുന്ന പരുവം അങ്ങനെ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചതച്ച കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങളൊരു 1/4 ടീസ്പൂൺ നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഏകദേശം നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞിട്ടില്ല, എന്നാൽ അത്യാവശ്യം വെന്തിട്ടും ഉണ്ട്. അപ്പൊ അത് അവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പൊ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡാണ്. അപ്പൊ ബ്രെഡ് നമ്മളൊന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു അടപ്പാണ് കേട്ടോ എടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ച് ചെയ്താൽ മതി. അപ്പൊ നന്നായിട്ടൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് വട്ടം കിട്ടുന്ന പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതൊന്ന് എടുത്ത് പുറത്തിടാം. ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തും അതുപോലെ തന്നെ നോമ്പിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ ഇനി നമുക്ക് ബ്രെഡ് 2 സൈഡ് ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പൊ നമുക്കൊരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഓയിൽ വേണ്ട കേട്ടോ, ഞാൻ ഒഴിച്ചത് കൂടി പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പിന്നെ മാറ്റിയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ആ ഒരു പാൻ ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് നമുക്ക് 2 സൈഡും ഇട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഓയിൽ ഒട്ടും വേണ്ടാന്നുള്ളവർക്ക് ഓയിൽ ഒഴിക്കാതെ വേണമെങ്കിലും 2 സൈഡും മൊരിച്ചെടുക്കുക. അപ്പൊ ഒരു സൈഡ് റെഡി ആവുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല കളറിൽ ഇരിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ബ്രെഡ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ സ്നാക്ക് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ മസാല നേരത്തെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത്. നമ്മൾ സാധാരണ ബ്രെഡ് വെച്ച് പോക്കറ്റ് ഷവർമയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും നമ്മളിത് കഴിക്കുമ്പോൾ. കാരണം കുറച്ച് ക്രഞ്ചി ആയിട്ടാണ് ഉണ്ടാവുക. സാധാരണ പോലെ ആ ഒരു പോക്കറ്റ് ഷവർമ കഴിക്കുന്ന പോലെ ആയിരിക്കില്ല. അപ്പൊ ഇനി നമുക്ക് ബ്രെഡിൽ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു സാൻഡ്വിച്ച് ഒക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ നിറയെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഒരു പീസ് എടുത്തിട്ട് മേലെ ഇതുപോലെ വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുട്ടീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടമാകും. കുട്ടീസിന് മാത്രമല്ല കേട്ടോ, എന്നെ പോലെ ഈ ഷവർമ ടൈപ്പ് സാധനങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടമാവും. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്താൽ മതി. ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കിടക്കുന്ന വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.